കർഷകനായ ജഗന്നാഥന് വളരെ കാലത്തിന് ശേഷം ഒരു മകനുണ്ടായി. അയാൾ അവന് വിശ്വനാഥൻ എന്ന് പേരിട്ടു. വളരെ ലാളന അനുഭവിച്ച് വിശ്വനാഥൻ വളർന്നു വന്നു. പ്രായമായി വരുന്തോറും ജഗന്നാഥനെ അയാളുടെ ജോലികളിലെല്ലാം പുത്രൻ സഹായിച്ചു. വിശ്വനാഥന് ഒരു ചീത്ത സ്വഭാവമുണ്ട്. കാലത്ത് വളരെ താമസിച്ചേ എഴുന്നേൽക്കൂ. എഴുന്നേറ്റ ഉടനെ പിതാവിനായി ആഹാരവും കൊണ്ട് വയലിലേക്ക് പോവുകയും വയലിൽ കഠിനമായി പിതാവിനൊപ്പം പണിയെടുക്കുകയും വേണം. വിശ്വനാഥന്റെ അധ്വാനശീലത്തിൽ ജഗന്നാഥൻ തൃപ്തനായിരുന്നു. എങ്കിലും രാവിലെ എഴുന്നേൽക്കാത്തതിൽ പിതാവിന് വളരെ ദുഃഖം. ഇങ്ങനെയായാൽ ആരാണ് അവന് ഒരു ജോലി കൊടുക്കുക? തൻ്റെ മരണശേഷം അവൻ്റെ സ്ഥിതി എന്താവും? ദിവസവും അതിരാവിലെ എഴുന്നേൽക്കാൻ പുത്രനെ ഉപദേശിച്ചു നോക്കി. ജഗന്നാഥന്റെ ശ്രമം വ്യർത്ഥമായതേ ഉള്ളൂ. ജഗന്നാഥന് പുത്രന്റെ ഭാവി ഒരു പ്രശ്നമായി മാറി. കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു പൈസ പോലും മിച്ചം പിടിക്കാൻ കഴിഞ്ഞില്ല. താൻ ജീവിച്ചിരിക്കെ വിശ്വനാഥന്റെ കാര്യം സാരമില്ല. എന്നാൽ അതിനുശേഷമോ? ജഗന്നാഥൻ തൻ്റെ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു. ആ ഇടയ്ക്ക് എന്തോ ഒരു ആവശ്യം പ്രമാണിച്ച് ജഗന്നാഥന് അടുത്ത ഗ്രാമത്തിൽ പോകേണ്ടതായി വന്നു. അയാൾ വിശ്വനാഥനെ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. വിശ്വനാഥൻ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ 3-ാം ദിവസം ആ വീട്ടിൽ ഒരു മോഷണം നടന്നു. അതിരാവിലെ തന്നെ സുഹൃത്തും ഭാര്യയും ജോലിക്ക് പോയിരുന്നു. വിശ്വനാഥൻ തനിച്ച് വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് മോഷണം നടന്നത്. പട്ടാപ്പകൽ നീ വീട്ടിലുള്ളപ്പോഴാണ് മോഷണം നടന്നിരിക്കുന്നത്. നീയല്ലാതെ ഈ മോഷണം വേറെ ആരുമല്ല ചെയ്തത്. അയൽവക്കത്തുള്ളവരും വിശ്വനാഥൻ തന്നെ മോഷ്ടാവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. തനിക്ക് മോഷണത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടെന്നും രാവിലെ താൻ ഉറങ്ങുകയായിരുന്നു എന്നും വിശ്വനാഥൻ പറഞ്ഞു. എന്നാൽ കഠിനമായി അധ്വാനിക്കുന്ന ഒരാൾ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടുന്നതുവരെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? താൻ കള്ളനാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടതിൽ വിശ്വനാഥൻ വളരെയേറെ ദുഃഖിച്ചു. അവൻ തൻ്റെ അച്ഛനെയും പ്രതീക്ഷിച്ചിരിപ്പായി. 3-4 ദിവസങ്ങൾക്കു ശേഷം ജഗന്നാഥൻ മടങ്ങിയെത്തി. തൻ്റെ മകൻ്റെ മേൽ മോഷണക്കുറ്റം ചുമത്തപ്പെട്ടത് കേട്ട് അയാൾ വളരെയേറെ സങ്കടപ്പെട്ടു. വിശ്വനാഥനെയും കൊണ്ട് ജഗന്നാഥൻ മടങ്ങി. പിറ്റേന്ന് രാവിലെ എന്തൊരാശ്ചര്യം! ജഗന്നാഥൻ എഴുന്നേറ്റപ്പോൾ തൻ്റെ പുത്രൻ അതിരാവിലെ എഴുന്നേറ്റിരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ജഗന്നാഥന് ക്രമേണ തൻ്റെ സുഹൃത്തിൻ്റെ പൊടിക്കൈയായിരുന്നു അതെന്ന് മനസ്സിലായി. താൻ വളരെ ശ്രമിച്ചിട്ടും പുത്രൻ്റെ ഉറക്കം മാറ്റാൻ കഴിഞ്ഞില്ല. അത് തൻ്റെ കൂട്ടുകാരൻ സാധിച്ചു നൽകിയിരിക്കുന്നു. കണ്ടില്ലേ, നിങ്ങളുടെ പുത്രൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ എത്രമാത്രം കഠിനഹൃദയനാകേണ്ടി വന്നു. അതുകൊണ്ടാണ് ചെടി ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ അത് വളച്ചു വളർത്തണം എന്ന് പറയുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്രീംകാരാംഭോജഭൃംഗീഹയമുഖവിനുതാഹാനിവൃദ്ധ്യാദിഹീനാഹം മന്ത്രരാജ്ഞീ ഹരിഹയവരദാഹാദിമന്ത്രാക്ഷരൂപാ ഹസ്തേ ചിന്മുദ്രികാഢ്യാ ഹതബഹുധനുജാ ഹസ്തികൃത്തിപ്രിയാ മേ ഹാർദം ശോകാതിരേകം ശമയതു ലളിതാധീശ്വരീ പാശഹസ്താ. ഹ്രീംകാരമാകുന്ന താമരപ്പൂവിലെ പെൺവണ്ടായി അമ്മ പരിലസിക്കുന്നു. ഹയഗ്രീവൻ ആദിയായവരാൽ അമ്മ സ്തുതിക്കപ്പെടുന്നു. കുതിരയുടെ മുഖമുള്ള അസുരനെ വധിക്കുന്നതിനായി വിഷ്ണുദേവൻ കുതിരയുടെ മുഖമുള്ള ഒരു രൂപം സ്വീകരിക്കേണ്ടതായി വന്നു. അങ്ങനെ കുതിരയുടെ മുഖമുള്ള ദേവൻ ആയതുകൊണ്ട് ഹയഗ്രീവൻ എന്ന പേരിൽ ആ അവതാരമൂർത്തി അറിയപ്പെട്ടു. അഗസ്ത്യ മഹർഷിക്ക് ലളിതാസഹസ്രനാമം, ലളിതോപാഖ്യാനം എന്നിവയെല്ലാം ഉപദേശിച്ചു കൊടുത്തത്
ഹയഗ്രീവമൂർത്തിയാണ്. അങ്ങനെയുള്ള ഹയഗ്രീവൻ, മറ്റു ദേവാദികൾ എന്നിവരെല്ലാം അമ്മയെ സ്തുതിക്കുന്നു. ഹ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മന്ത്രത്തിൻ്റെ ജീവനാണ് അമ്മ. ഹംസം എന്നു പേരുള്ള മന്ത്രത്തിൻ്റെ ദേവതയും അമ്മയാണ്. അവിടുന്ന് ചിന്മുദ്ര ധരിച്ചിരിക്കുന്നു. അനേകം അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുള്ള അമ്മയുടെ കയ്യിൽ പാശമുണ്ട്. ശ്രീ മഹാദേവന്റെ പത്നി കൂടിയായ ആ അമ്മ ശ്രീ ലളിതാ പരമേശ്വരീ ദേവി എൻ്റെ വലിയ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കട്ടെ. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. അമ്മയുടെ രൂപം എന്താണ് എന്ന് ചിന്തിക്കുകയും പറയുകയും അസാധ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ ആകാത്ത രൂപത്തോടുകൂടിയവൾ എന്ന അർത്ഥത്തിൽ ലളിതാ സഹസ്രനാമത്തിലെ 554 മന്ത്രമായി അചിന്ത്യരൂപ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു. ഗുണത്തോടു കൂടിയതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. നിർഗുണമായിട്ടുള്ള അമ്മയെ അതുകൊണ്ട് തന്നെ ചിന്തിക്കാനോ പറയുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, എത്തുവാൻ സാധിക്കാതെ വാക്കുകൾ ഏതിൽ നിന്ന് മനസ്സോടുകൂടി മടങ്ങുന്നുവോ അത് അമ്മയാകുന്നു എന്ന് പറയാം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അറിയുവാൻ പറ്റാത്തതും അതിനെല്ലാം അതീതമായ ഒന്നാണ് അമ്മ. അതുകൊണ്ടാണ് വാക്കുകൾ അമ്മയുടെ അടുത്ത് എത്തി അറിയാനാകാതെ മടങ്ങി വരുന്നു എന്ന് പറയുന്നത്. അമ്മയെ നിരവധി രൂപങ്ങളിലും പരാശക്തിയായും വിവരിക്കുന്ന നാമങ്ങളും ചരിത്രങ്ങളുമൊക്കെയുണ്ട്. അമ്മയെ വിവിധ രൂപങ്ങളിൽ വർണ്ണിക്കുന്ന സ്തോത്രങ്ങളും പുരാണങ്ങളുമൊക്കെയുണ്ട്. ഇവയിലെല്ലാം വ്യത്യസ്തമായ രൂപങ്ങളാവും കാണാനാവുക. ഉദാഹരണമായി സരസ്വതീ ദേവിയുടെ രൂപമല്ല ലക്ഷ്മിക്കുള്ളത്. ശ്രീ പാർവതീദേവിയുടെ രൂപമല്ല ദുർഗാ ഭഗവതിക്കുള്ളത്. ദുർഗാ ഭഗവതിയുടെ മറ്റൊരു രൂപമായി വരുന്ന ചണ്ഡികാദേവി അമ്മയുടെ വ്യത്യസ്തമായ മറ്റൊരു ഭാവമാണ്. ഇങ്ങനെ നിരവധി ഭാവങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ് അവിടുത്തെ ശരിയായ രൂപം എന്ന് പറയുവാനും കഴിയില്ല. എല്ലാ പ്രപഞ്ചവും അമ്മയുടെ രൂപങ്ങളാണ്. എല്ലാ പ്രതിഭാസങ്ങളും എല്ലാ ഭാഷകളും അമ്മയുടെ രൂപങ്ങൾ തന്നെ. ബുദ്ധിയിലും വാക്കിലും ചിന്തയിലും ഒതുങ്ങാത്ത ജഗന്മാതാവിൻ്റെ അല്പമാത്രമായ അംശത്തെക്കുറിച്ച് പോലും ചിന്തിച്ചറിയുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും തന്നെ നമുക്ക് കഴിവില്ല. ഇഷ്ടമുള്ള രൂപത്തിൽ അമ്മയെ സങ്കല്പിക്കുക, സ്വീകരിക്കുക, അതിന് മാത്രമേ നമ്മെക്കൊണ്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചിന്തിക്കുവാൻ സാധിക്കാത്ത രൂപത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ അചിന്ത്യരൂപ എന്ന് വാഗ്ദേവതകൾ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഓം അചിന്ത്യരൂപായൈ നമഃ. ഓം. ഓം ഹ്രീം അചിന്ത്യരൂപായൈ നമഃ. കാലം അമ്മയുടെ രൂപമാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയുള്ള കാലത്തിൻ്റെ വിഭാഗങ്ങളെല്ലാം അമ്മയുടെ രൂപം തന്നെ. അവയിൽ ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് ഉയർച്ചയും ശക്തിയും ഉണ്ടാകുന്ന കാലമാണ് കലിയുഗം. കലിയുഗത്തിൻ്റെ ദേവതയായ കലിയുടെ സ്വഭാവമാണത്. ഇപ്രകാരമുള്ള കലിയുടെ കൽമഷം നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അമ്മ തന്നെയാണ് അതിനെ നശിപ്പിക്കുന്നത്. അതായത് അമ്മയുടെ ഭക്തരെ കലിയുടെ ദോഷങ്ങൾ ബാധിക്കുകയില്ല. അതുകൊണ്ട് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി കലികൽമഷനാശിനി എന്ന് അമ്മയെ വാഴ്ത്തുന്നു.
ശമായാലം ജലം വഹ്നേ സ്തമസോ ഭാസ്കരോദയ ശാന്ത്यै കലേരഖൗഘസ്യ ദേവീ നാമാനുകീർത്തനം എന്നാണ് കൂർമ്മപുരാണം പറയുന്നത്. ജലത്തിന് തീ കെടുത്തുവാൻ കഴിയും. സൂര്യൻ പ്രകാശം പരത്തുന്നതോടെ ഇരുട്ടുമാറുന്നു. അതുപോലെ കലികാലത്തെ എണ്ണമറ്റ പാപങ്ങൾ അമ്മയുടെ നാമമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതോടെ മാറിപ്പോകുന്നു. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കൃതസ്യാഖില പാപസ്യ ജ്ഞാനതോ അജ്ഞാനതോപി വാ പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ പദസ്മൃതി. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പ്രായശ്ചിത്തം അമ്മയുടെ നാമമന്ത്രസ്മരണയാണ് എന്ന് ബ്രഹ്മാണ്ഡ പുരാണവും പറയുന്നു. അങ്ങനെ കലിയുഗത്തിലെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വാഗ്ദേവതകൾ അമ്മയെ കലികൽമഷനാശിനി എന്ന് സ്തുതിക്കുന്നു. ഓം കലികൽമഷനാശിന്യൈ നമഃ. ഓം ഓം ഹ്രീം കലികൽമഷനാശിന്യൈ നമഃ. അതിവിശിഷ്ടമായ ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളില്ലാതാകും. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും. മഹാപ്രളയം പോലെ വരുന്ന ആപത്തുകൾക്ക് തടയിടുന്ന ഒരു അത്ഭുത നാമമന്ത്രമാണ് ഇത്. എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം സൗകര്യമനുസരിച്ച് ജപിക്കാവുന്ന ഒന്നാണ്. കഥൻ എന്ന മഹർഷിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായ അമ്മ അദ്ദേഹത്തിൻ്റെ മകളായി ജനിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് കാത്യായനി എന്ന് പേരു വന്നു എന്നാണ് സൗഭാഗ്യഭാസ്കരത്തിൽ കാണുന്നത്. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് കാത്യായനി. തച്ചാപി തേജോ വരമുത്തമം മഹന്നാംനാ പൃഥിവ്യാമഭവത് പ്രസിദ്ധം കാത്യായനീത്യേവ തദാ ബഭൗ സാ നാംനാ ച തേനൈവ ജഗത് പ്രസിദ്ധ. ഏറ്റവും ഉത്തമവും മഹത്വവുമായ തേജസ് ലോകത്തിൽ കാത്യായനി എന്ന നാമമന്ത്രം കൊണ്ട് അറിയപ്പെടുന്നു. ലോകത്തിൽ അമ്മ ഈ നാമത്താൽ അറിയപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നിങ്ങനെ വാമനപുരാണത്തിൽ കാണാം. സമസ്ത ദേവന്മാരുടെയും തേജസ്സുകൾ ഒന്നിച്ച് ദേവീരൂപത്തിൽ അവതരിച്ചതായി ദേവീ മാഹാത്മ്യത്തിലുമുണ്ട്. അപ്രകാരം ഉത്ഭവിച്ച അമ്മയുടെ ആ അവതാരത്തിന് കാത്യായനി എന്ന് പേര് വന്നു. കാത്യായനി ചോഢ്യാനേ കാമാഖ്യാ കാമപൂരകേ പൂർണേശ്വരീ പൂർണഗിരൗ ചണ്ഡീ ജാലന്ധരേ സ്മൃത. ചോഢ്യാനം എന്ന ശക്തിപീഠത്തിൽ കാത്യായനി ദേവിയായി ആരാധിക്കപ്പെടുന്നു. ചില വ്യാഖ്യാനങ്ങളിൽ ഓഢ്യാനം ഇന്നത്തെ ഒറീസയായി കണക്കാക്കപ്പെടുന്നു. കാമാഖ്യ കാമപൂരകേ, കാമപൂരകം അഥവാ കാമഗിരി ഇന്നത്തെ കാമാഖ്യ. കാമാഖ്യ എന്ന ശക്തിപീഠത്തിൽ അമ്മ കാമാഖ്യാദേവിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഇത് അസമിലെ ഗുവാഹത്തിക്ക് അടുത്തുള്ള പ്രസിദ്ധമായ കാമാഖ്യ ക്ഷേത്രമാണ്. പൂർണേശ്വരി പൂർണഗിരവ്. പൂർണഗിരി എന്ന ശക്തിപീഠത്തിൽ പൂർണേശ്വരി ദേവിയായി ആരാധിക്കപ്പെടുന്നു. ഇന്നത്തെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശത്തുള്ള ജ്വാലാമുഖി ദേവിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ചണ്ഡി ജാലന്ധരേ സ്മൃത. ജാലന്ധരം പഞ്ചാബിലെ ജലന്ധർ എന്ന സ്ഥലത്ത് ആണ് ഉള്ളത്. ആ ശക്തിപീഠത്തിൽ ചണ്ഡി ദേവിയായിട്ടാണ് അമ്മ ആരാധിക്കപ്പെടുന്നത്. കാളികാ പുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത്. കഥൻ എന്ന മഹർഷിയുടെ പുത്രി, എല്ലാ ദേവന്മാരുടെയും തേജസ്സായ ദേവി, ഉഡ്യാണപീഠത്തിൽ അധിവസിക്കുന്ന ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിന് ഉള്ളത്.
ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ കിട്ടുന്നതിനായി കാത്യായനീ ദേവിയെയാണ് ആരാധിച്ചത്. ഓം കാത്യായന്യൈ നമഃ. ഓം ഹ്രേം കാത്യായന്യൈ നമഃ. സൗഭാഗ്യദായകമായ ഒരു മന്ത്രമാണിത്. സ്ത്രീകൾ ജപിച്ചാൽ 100 ഇരട്ടി ഫലം നൽകുന്നു ഈ മഹാമന്ത്രം. ഉത്തമനായ വരനെ ലഭിക്കുന്നതിന് രാവിലെ ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. വീട്ടമ്മമാർ ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ദാരിദ്ര്യം മാറുകയും ഐശ്വര്യം നിറയുകയും ചെയ്യും. ആദിപരാശക്തിയായ മഹാദേവി എല്ലാ ഐശ്വര്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.